പുരാതന നഗരത്തിൽ ലോഹം ഉരുക്കി ഇതുപോലെ സ്വർണ്ണമാക്കുന്ന ഒരാളുണ്ടായിരുന്നു. സഫീർ എന്നാണ് അയാളുടെ പേര്. ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ, അയാൾ ഒരു ചൂള നടത്തിയിരുന്നു, ഒരു ചൂള. ഈ ചൂളയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ എന്തെങ്കിലും ലോഹം ഇട്ടിട്ട് ഇങ്ങനെ ഉരുക്കി അതിനെ സ്വർണ്ണമാക്കി മാറും. അദ്ദേഹം കാലങ്ങളായി നേടിയെടുത്ത ഒരു രഹസ്യമായിരുന്നു അത് സ്വർണ്ണമാക്കുക എന്നുള്ളത്. ഒരിക്കൽ അൻവർ എന്ന് പറയുന്ന ഒരു യുവാവ് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ചൂളയുടെ വാതിൽക്കൽ മുട്ടി. ഇയാൾ ആകെ പാറിപ്പറഞ്ഞ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്, ദരിദ്രനായിരുന്നു, മൊത്തം കഷ്ടപ്പാടുകൾ ഇയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഇത്രയും നാളത്തെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. അയാളുടെ മുഖത്തെല്ലാം ചുളിവുകൾ വീണിരുന്നു. അയാളുടെ ആത്മാവ് തളർന്നിരുന്നു. അദ്ദേഹം വന്ന് സഫീറിനോട് പറഞ്ഞു, ഈ ലോഹം സ്വർണ്ണമാക്കുന്ന വിദ്യ എനിക്കൊന്ന് പഠിച്ചു തരൂ. ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്, എന്റെ ജീവിതം ആകെ കഷ്ടപ്പാടിലാണ്. അപ്പൊ സഫീർ പറഞ്ഞു, നീ വളരെ ചെറുപ്പമാണ് ഇപ്പോഴും, നിനക്ക് എന്താണ് തീ എന്ന് മനസ്സിലായിട്ടില്ല. അൻവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു, നിങ്ങളെ പോലെ തന്നെ. പോയില്ല, വിട്ടുപോയില്ല, പിടിച്ചു നിന്നോളണം, കടിച്ചു പിടിച്ചു നിന്നോളണം. രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. രാവിലെ ഈ 6 മണിക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, പല പ്രതിസന്ധികളും ഉണ്ടാവും. അവിടെ തന്നെ നിന്നോളണം. ഒരു ദിവസം സഫീർ തന്റെ ചൂളയുടെ വാതിൽ തുറന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇരുമ്പ് മാറി സ്വർണ്ണമാകുന്ന രഹസ്യം നിനക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ ചൂളയിലേക്ക് പ്രവേശിച്ചു. സഫീറിന്റെ തീയാൽ അലറുന്ന തീ ഇങ്ങനെ കത്തുന്ന ആളുന്ന ഇരുണ്ട പുക നിറഞ്ഞ ആ ചൂളയുടെ അറയിലേട്ട് അൻവർ കാലെടുത്ത് വെച്ചു. സഫീർ ചോദിച്ചു, എന്താണ് നീ തീയിൽ കാണുന്നത്? അപ്പൊ ആദ്യം ഞെട്ടി പേടിച്ചു പോയ, തീയിൽ ഞാൻ നാശമാണ് കാണുന്നത്, എന്റെ ശരീരം ചൂടാവുകയാണ്. അപ്പൊ സഫീർ പറഞ്ഞു, നീ അന്ധനാണ്, അഹങ്കാരം കൊണ്ട്, അഹന്ത കൊണ്ട്, ഞാനെന്ന ഭാവം കൊണ്ട്, ഞാൻ എന്തോ ആണെന്നുള്ള ഭാവം കൊണ്ട്, ആ ഭാവം വച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പതിയെ ആ തീയിൽ ലോഹങ്ങൾ ഉരുകി മാറുന്നത് അൻവർ കാണാൻ തുടങ്ങി. ലോഹത്തെ കാണുന്നതിനപ്പുറത്ത് അൻവർ ആ തീയെ കാണാൻ തുടങ്ങി. അതിന്റെ നൃത്തം, അതിന്റെ വിശപ്പ്, അതിന്റെ പ്രകാശം പതിയെ മനസ്സിലായി. ആ ഇരുമ്പ് ആ തീയിലിട്ട് വെക്കുമ്പോൾ ഇരുമ്പ് നശിക്കുകയല്ല, സത്യത്തിൽ അത് കീഴടങ്ങുകയാണ്. കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുകയാണ്. കീഴടങ്ങുക എന്നാണ് യഥാർത്ഥ പരിവർത്തനത്തിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിന്റെ രഹസ്യം എന്ന് അൻവറിന് മനസ്സിലായി. അങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ കല്ല് മാറ്റി, അല്ലെങ്കിൽ ഈ ലോഹം മാറ്റി എങ്ങനെയാണ് സ്വർണം ആയി മാറുന്നത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ആ തീയിലേക്ക് വെക്കേണ്ടത്? ഇതൊരു ചൂളയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ 41 ദിവസത്തെ ഇത് എന്നൊരു ചൂളയാണ്. ഇത് വെറും സ്വർണ്ണാക്കുന്നതല്ല. ഞാൻ പറഞ്ഞ കഥ നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യം വേദന, സന്തോഷം, പരാജയം ഇതൊക്കെ മാറ്റി നിങ്ങളെ രൂപപ്പെടുത്തുന്ന, നിങ്ങളുടെ യഥാർത്ഥ മൈൻഡ് പവറിനെ രൂപപ്പെടുത്തുന്ന തീയാണ് ഈ ചൂള, ഈ 41 ദിവസത്തെ ചൂള. ചിലപ്പോ അതിലും കൂടുതൽ ദിവസം ഇരിക്കേണ്ട ആളുകളും ഉണ്ടാവും. നിങ്ങൾ എത്രത്തോളം കെട്ടുപോയിട്ടുണ്ടോ, ദ്രവിച്ചു പോയിട്ടുണ്ടോ, അതെല്ലാം മാറി നല്ല പ്യൂരിഫൈ ചെയ്ത് വന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോ കുറെ ദിവസം ഇരിക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ മാറും. നിങ്ങൾ ആ ചൂളയിലേട്ട് നിങ്ങളൊന്ന് വച്ചു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ മാറും.